ഇന്ന് കണ്ടത് മറ്റൊന്നാണ്. തെരഞ്ഞെടുപ്പിനെ ചൂടുപിടിപ്പിച്ചു ഡീലാരോപണം. വാക്പോര് കനത്തു. പിണറായി വിജയനും വി ഡി സതീശനും ഡീലിൻ്റെ കാര്യത്തിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന കാര്യമാണ് നമ്മൾ കണ്ടത്. കോൺഗ്രസ് ആരോപണത്തിന് നിയമവും കോലീബിയും പരാമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇന്ന് മറുപടി കൊടുത്തു. ബി ജെ പിക്ക് MLA-മാരെ ഉണ്ടാക്കി കോൺഗ്രസിനെ തോൽപ്പിക്കാനുള്ള ഡീലാണ് പിണറായിയും അമിത്ഷായും തമ്മിലുള്ളതെന്ന് രമേശ് ചെന്നിത്തല തിരിച്ചടിക്കുകയും ചെയ്തു. അതേസമയം ഡീല് CPI-ഉം കോൺഗ്രസും തമ്മിലാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് പ്രതികരിച്ചതും ശ്രദ്ധേയമായി. നേതാക്കളുടെ പ്രതികരണങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. ഡീലും നോ ഡീലും ഇന്ന് അതിശക്തമായി 3 മുന്നണികളിൽ നിന്നും ഉയർന്നു കേട്ടു. എന്തായിരുന്നു കോലീബി സഖ്യം? വടകര പാർലമെന്റ് മണ്ഡലം, ബേപ്പൂർ അസംബ്ലി മണ്ഡലം, പാർലമെന്റിൽ ഒരു സീറ്റ്, അസംബ്ലിയിൽ ഒരു സീറ്റ് BJPക്ക് നൽകുന്നു. ആ സീറ്റുകൾ BJPക്ക് കൊടുക്കുമ്പോൾ മറ്റ് സീറ്റുകളിലൊക്കെ RSSും BJPയും UDFനെ പിന്താങ്ങും. ഇതായിരുന്നില്ലേ കരാർ? എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാനല്ലേ തയ്യാറായിട്ടുള്ളത്? 2016 നേമത്ത് നിന്ന് BJP ജയിച്ചു വന്നല്ലോ. നിയമസഭയിൽ അക്കൗണ്ട് തുടങ്ങിയല്ലോ. എങ്ങനെയായിരുന്നു ആ അക്കൗണ്ട് തുടങ്ങിയത്? വേറൊരു മണ്ഡലത്തിൽ നിന്ന് ഒരു കോൺഗ്രസ് നേതാവിന് ജയിച്ചു വരാൻ വേണ്ടി ഉണ്ടാക്കിയ ഡീലായിരുന്നില്ലേ അത്? അങ്ങനെയല്ലേ അത് പൂട്ടിക്കുകയും ശിവൻകുട്ടി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തത്? BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പൊ പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ, പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിന്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയാ, അതിനേക്കാളും മുമ്പുള്ള ഒരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പിന്തുണയോടുകൂടിയല്ലേ. അപ്പൊ ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ലേ? ഈ ഡീലാണ്. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. BJPക്ക് 4-5 MLA-മാരെ ഉണ്ടാക്കാനും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ CPM-നെ സഹായിക്കാനും വേണ്ടിയിട്ടുള്ള അവിശുദ്ധമായ ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട്, അത് UDF അധികാരത്തിൽ വരുന്നത് തടയാൻ വേണ്ടിയുള്ള മാർഗമാണ്. ഇത് ഉന്നത തലത്തിൽ മോഡിയും അമിത്ഷായും പിണറായി വിജയനും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡീലാണ്. ഡീല് CPM-ഉം കോൺഗ്രസ് തമ്മിലാണ്. 27 സംസ്ഥാനത്തിലും 8 യൂണിയൻ ടെറിട്ടറിയിലും ഒരുമിച്ച് മത്സരിക്കുന്നത് ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ ഒരുമിച്ച് മത്സരിക്കുന്ന ആരാണ്? CPM-ഉം കോൺഗ്രസ് അല്ലേ. അങ്ങനെ ഇപ്പോൾ ഒരു പുതിയൊരു നാടകം തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ മാത്രം CPM-ഉം കോൺഗ്രസും നാടകം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ അലയൻസ് എന്തുകൊണ്ട് CPM-നെ പുറത്താക്കുന്നില്ല? അങ്ങനെ രാഹുൽ ഗാന്ധിജി CPM കോൺഗ്രസ് BJPന്റെ B ടീമാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇന്ത്യ അലയൻസിൽ നിങ്ങൾ അവരുടെ ഒരുമിച്ച് മത്സരിക്കുന്നത്? ഈ ഡീലിന്റെയും നോ ഡീലിന്റെയും കാര്യത്തിൽ കൂടുതൽ റിപ്പോർട്ട് ചെയ്യാൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഷഫീദ്, ഇന്ന് അതിശക്തമായി പോർമുഖം തുറന്നു ഈ ഡീലിന്റെ കാര്യത്തിൽ 3 മുന്നണികളും. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഈ മറ്റ് തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ വ്യത്യസ്തമാക്കുന്നത് ഒരൊറ്റ വിഷയത്തിൽ കടന്ന് ചുറ്റിക്കറങ്ങുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു സെറ്റ് ഓഫ് വിഷയങ്ങൾ ഉണ്ടായിരുന്നു. പ്രതിപക്ഷത്തിനും അതേപോലെ ഭരണപക്ഷത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിക്കാൻ. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ കണ്ടതാണ് ഈ സ്വർണ്ണക്കടത്തുണ്ടായിരുന്നു, അതേപോലെ തന്നെ കേന്ദ്ര ഏജൻസികൾ ഉണ്ടായിരുന്നു, ലൈഫ് മിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ ഒരൊറ്റ രാഷ്ട്രീയ ആരോപണത്തിലാണ് ചുറ്റിത്തിരിയുന്നത്. അത് CPM BJP ഡീലെന്ന ആരോപണമാണ്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തൊടുത്തുവിട്ടു. ഇപ്പോൾ അത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ചലനങ്ങൾ ഉണ്ടാക്കിയെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വളരെ വിശദമായി തന്നെ ഈ ഡീൽ വിവാദത്തിൽ മറുപടി പറയാൻ സമയമെടുത്തു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇന്നത്തെ കാര്യം. ഇതിൽ ഏറ്റവും പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് 2016 നിയമത്തിൽ നിന്നും BJP നിയമസഭയിലെത്തിയത് കോൺഗ്രസ് ഡീലിന്റെ ഭാഗമാണ്. കോലീബി സഖ്യം നാം മറന്നിട്ടില്ലല്ലോ. അന്ന് ആ രഹസ്യ നീക്കം പുറത്തറിഞ്ഞതുകൊണ്ട് ജനം നല്ല രീതിയിൽ ഇടപെട്ടു. അന്ന് ആ നീക്കം വിജയിച്ചില്ല. എല്ലാ കാലത്തും ഇത്തരം ശക്തികളുമായി കൂട്ടുകൂടാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നൊക്കെ വളരെ വിശദമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന് മറുപടി പറഞ്ഞു. എന്നാൽ UDFനെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം VD സതീശനിൽ മാത്രം ഒതുങ്ങിയിരുന്ന ആരോപണം ഇന്ന് മറ്റ് നേതാക്കൾ കൂടി ഏറ്റെടുക്കുന്നത് നമ്മൾ കണ്ടു. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ചെന്നിത്തല അടക്കം ഇന്ന് പ്രതിപക്ഷ നേതാക്കൾ ഓർമ്മിപ്പിച്ചത് ഈ ജനസംഘം ഉൾപ്പെടെ ജനതാ പാർട്ടിയുടെ പിന്തുണയോടെ ജയിച്ച 1977 തെരഞ്ഞെടുപ്പ് ഓർമ്മിച്ചുകൊണ്ടാണ് ഡീൽ വിവാദം, ഇപ്പോഴത്തെ ഡീൽ വിവാദവുമായി അത് കണക്ട് ചെയ്യുന്നത്. ഇനി BJPയെ സംബന്ധിച്ച് BJP ഒരു തരത്തിലും അത് ഓൺ ചെയ്യുന്നില്ല. ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അദ്ദേഹവും പറയുന്നു ഡീൽ ആരോപണം നാടകമാണ്. അതായത് ഇന്ത്യ സഖ്യത്തിലുള്ള കോൺഗ്രസിനും CPM-നും BJP ആണ് ഒറ്റ ശത്രു. BJP എതിർക്കുക
തീർക്കാൻ വേണ്ടി ഇരുവരും ഒരുമിച്ച് കൈകോർക്കുന്നു. പക്ഷേ അത് പുറത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് രാജീവ് ചന്ദ്രശേഖറും പ്രതികരിക്കുന്നുണ്ട്. എന്തായാലും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് തെന്നിമാറി BJP CPM ഡീലിൽ കുറച്ച് ദിവസങ്ങൾ കൂടി ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ വിവാദ വിഷയമായി ഇത് ചർച്ചയാകും. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് പോകാൻ UDF തയ്യാറല്ല. UDF ഇന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് ഇന്ന് കേവലം പാലക്കാടിനപ്പുറം മറ്റു ചില മണ്ഡലങ്ങൾ കൂടി സജീവമാക്കാൻ ശ്രമിച്ചിരുന്നു. കാസർഗോഡും മഞ്ചേശ്വരത്തും കോന്നിയിലും റാന്നിയിലും ഒക്കെ ഡീലെന്ന ആരോപണം സജീവമാക്കാനുള്ള ശ്രമം അത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്തായാലും നാളെയും നമുക്ക് ഈ രീതിയിൽ ഡീൽ വിവാദത്തിൽ ചർച്ച പ്രതീക്ഷിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.